ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് റമദാൻ ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? നോമ്പ് തുറക്കണതിൻ്റെ. ഇന്നിപ്പോൾ ഞാനിതാ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അടുപ്പൊക്കെ നന്നായി കത്തിച്ചു. 4 മണി അസർ കഴിഞ്ഞിട്ടാട്ടോ. രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഇന്ന് രാവിലെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ അടുക്കളയിൽ കയറി. അടുപ്പ് കത്തിച്ചു. ഞാൻ ചോറിന് വെള്ളം വെച്ചു കേട്ടോ. ഞാൻ അത്താഴത്തിന് ചോറൊക്കെ വേണമല്ലോ. പിന്നെ ഇതാ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞു. ചിക്കൻ എത്തിയിട്ടില്ല, പണിക്ക് പോയിക്കാണ്. അപ്പോൾ വർക്കിനായിട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കി വെച്ചാൽ പിന്നെ ആ പണിക്ക് നിൽക്കാമല്ലോ, എന്നിട്ട് പിന്നെ ആ പരിപാടി നോക്കിട്ടോ. നെയ്ച്ചോറ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടിക്ക് തന്നെയല്ലേ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കി. ചിക്കൻ ഒരു ഗ്രേവിയല്ല, ഒരു കുഴമ്പനായിട്ടൊരു കറി ഉണ്ടാക്കി. പിന്നെ നോമ്പൊക്കെ ഇന്നൊക്കെ എല്ലാവരുടെയും എങ്ങനെ പോയി, എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ നോമ്പ്? ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നോ? എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. വിഷമവും ദാഹമൊന്നുമില്ല, ക്ഷീണമുണ്ട് ചെറുതായിട്ടൊക്കെ. ആദ്യത്തെ നോമ്പല്ലേ, പോകെ ശരിയായിക്കോളും. പിന്നെ നിങ്ങളുടെയൊക്കെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പറയൂട്ടോ. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണമല്ലോ. ഇനിയിപ്പോൾ ഒരു പൊലിവായിരിക്കുമല്ലോ അല്ലേ, ഇനി നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാൾ, അങ്ങനെ നല്ല പൊലിവായിരിക്കുമല്ലോ എല്ലാവർക്കും. ഞാനിവിടെ നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ ചില ഭാഗത്തൊന്നും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണമെന്ന് കണ്ടില്ല കേട്ടോ. വെള്ള കളറിൽ സാധാ ഉള്ളിയൊന്നും ഇടുന്നത് കണ്ടില്ല. പട്ടയും കറാമ്പട്ടും കൊണ്ട് വെള്ളം ഒഴിച്ചും കൊണ്ട് അരി കൂട്ടുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ നെയ്ച്ചോറ് വയ്ക്കുമ്പോഴൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വെള്ളം നന്നായി തിളച്ചു. അപ്പോഴേക്കും അത് അരിയൊക്കെ അവിടെ കഴുകി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പിലാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ ഗ്യാസിൽ വയ്ക്കുമ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല. കുറച്ചാണെങ്കിൽ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ, ഇതിന് ബാക്കിയാവും കേട്ടോ. കാരണം നോമ്പ് തുറന്നു പറഞ്ഞാൽ പിന്നെ ഞങ്ങളാരും കാര്യമായിട്ടൊന്നും കഴിക്കില്ല. കാരണം എന്തായാലും എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കും. പിന്നെ വെള്ളം മസ്റ്റാണ്. കാരണം ഭയങ്കരമായിട്ട് ദാഹം വിട്ട് വെള്ളം മട്ടൊക്കെ വരിക പറഞ്ഞാൽ പാവം, അത് വെയിലത്തൊക്കെ ഇരിക്കുന്ന വർക്കൊക്കെ പണിയൊക്കെ. അപ്പോൾ പിന്നെ എന്താണെന്ന് അറിയാം, വെള്ളം ഞാൻ ഉണ്ടാക്കും. 2-3 തരം വെള്ളമൊക്കെ ഉണ്ടാക്കും. അതൊക്കെ കുടിച്ച് പിന്നെ എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കും. അതും കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മൂത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് എണീച്ചിട്ട് ഞങ്ങളൊരു 10 മണിയൊക്കെ ആകാനാകുമ്പോഴാണ് ഈ ഭക്ഷണം കഴിക്കുക. അപ്പോഴും അധികമൊന്നും കഴിക്കില്ല. അപ്പോൾ ഭക്ഷണം വലിയ കാര്യത്തിൽ വേണ്ടി വരില്ല, എത്ര വെച്ചാലും ബാക്കിയാവും. പിന്നെ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ എത്തി. അപ്പോൾ അതൊക്കെ വേഗം കഴുകി. അപ്പോഴേക്കും ഞാൻ വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ട്, കാരണം സമയമില്ലല്ലോ, വാങ്ക് പെട്ടെന്ന് കൊടുക്കുമല്ലോ. നോമ്പിൻ്റെ ആ തുറക്കണ ടൈം ആകുമ്പോഴേക്കും എല്ലാം ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ വയ്ക്കില്ല. നോമ്പ് തുറന്ന് തീരെ ഒന്നും ചെയ്യാൻ വയ്ക്കില്ല. കാരണം ഇപ്പോൾ ഒന്നും കൂടി ക്ഷീണം കൂടും, എന്തെങ്കിലും വയറ്റിൻ്റെ ഉള്ളിലേക്ക് തട്ടിയാൽ. അപ്പോൾ ഒന്നും ചെയ്യാൻ വയ്ക്കില്ല. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൈയോടെ, ഞാൻ അങ്ങനെയാണ്. നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അത്താഴത്തിന് വേണ്ട ചോറും കറിയും ഒക്കെ റെഡിയാക്കും. കാരണം പിന്നെ എനിക്ക് വയ്ക്കില്ല. അതുപോലെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പാത്രങ്ങളൊക്കെ പരണ്ടാവില്ല, അതൊക്കെ വേഗം ചടപടാ കഴുകി വെച്ചിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് അങ്ങനെ ഞാൻ കിടക്കുകയും ചെയ്യും. കാരണം എനിക്ക് നോമ്പ് തുറന്ന് പിന്നെ പണികളധികം വയ്ക്കില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ. ചിക്കൻ കൊണ്ടുവന്ന് പട്ടയും കറാമ്പും കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് ഉള്ളി നല്ല വാട്ടിയെടുക്കുക. പിന്നെ തക്കാളി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം സമയം കുറച്ച് ഇതായി. ഇനിയിപ്പോൾ അത് വാടി വരുന്ന ടൈം ആവില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് വാട്ടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ അതിന് മിക്സിയിൽ ഒരു അടി അടിച്ചു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതാണ്ടോ. ഇപ്പോഴും വാങ്ങി കൊടുക്കാൻ ടൈം ഒരു 5:30-5:45 ആയിട്ട്. എപ്പോഴും ഈ വെയിലൊന്നും മാറിയിട്ടില്ല കേട്ടോ, പുറത്തൊക്കെ നല്ല വെയിലുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായി വാട്ടിയെടുക്കണം കേട്ടോ. നന്നായി വാട്ടിയ ശേഷം പൊടികളൊക്കെ എല്ലാവരും അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം എല്ലാതും കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, ട്രൈപോഡ് വാങ്ങിക്കണം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ കാണാം. പിന്നെ മസാല നമ്മുടെ തന്നെയല്ലേ, ചിക്കൻ മസാലയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ വെച്ച് അത് വിസിലടിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ മുട്ട ബജ്ജി ഉണ്ടാക്കും. മുട്ടയൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കലക്കി കടലമാവും മൈദമാവും സോഡാപ്പൊടിയും ഉപ്പും ഇട്ട് മുളക് പൊടി ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, ചിലതൊക്കെ സ്കിപ്പായിട്ടുണ്ട്. പിന്നെ അതൊക്കെ റെഡിയാക്കിയത് വേഗം അതൊക്കെ പൊരിച്ചെടുക്കുകയാണ്. അതൊക്കെ ഇനി പൊരിച്ചെടുത്ത ശേഷം പിന്നെ ബാക്കിയുണ്ടായിരുന്ന മാവിൽ കുറച്ച് പൊക്കവട ഉണ്ടാക്കിയിട്ട് വെറുതെ ഉള്ളി മുറിച്ചിട്ടും കൂടെ ഉണ്ടാക്കി.
കാരണം കഞ്ഞി പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടുമല്ലോ, അപ്പോൾ അതിന് ഈ നമ്മുടെ എണ്ണക്കടി അതിന് നന്നായിട്ടുണ്ടാവും. വടയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടാവും. കുറച്ച് എരിവുള്ളതൊക്കെ ആണെങ്കിൽ കഞ്ഞിക്ക് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂട്ടെ. എന്തായാലും എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാതിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ മുട്ട ബജ്ജി ഉണ്ടാക്കി. പിന്നെ പിന്നെ വെള്ളമൊക്കെ തന്നെ. പിന്നെ അങ്ങനെ പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കണു. ഇപ്പോൾ സമയം 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ടൈം ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ നമ്മുടെ മുട്ട ബജ്ജിയൊക്കെ റെഡിയായി. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഫ്രിഡ്ജിൽ ഞാൻ തണ്ണിമത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ട്, അത് വേണ്ട വെച്ചു. പിന്നെ എനിക്ക് നന്നായി കൊണ്ടുവന്നു. അപ്പോൾ അത് കുറച്ച് പഞ്ചസാര ഇട്ടു, കാരണം മധുരം ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കണതുകൊണ്ട് ചിന്ന മധുരം കമ്മിയായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ആ ഒരു ചെറിയൊരു കുട്ടി ഉണ്ടാവുക കംപ്ലീറ്റ് കലക്കി വെച്ചിട്ടോ. അത് കംപ്ലീറ്റ് കഴിയുകയും ചെയ്യും, കാരണം ഞങ്ങൾക്ക് അത്രയും വെള്ളം വേണം. ഇക്കാക്ക് നല്ല വെള്ളം വേണം, നല്ല വെള്ളം കുടിക്കുള്ളൂ. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളം കണ്ടമാനമൊക്കെ കുടിക്കും. പിന്നെ അതിൽ കുറച്ച് നമ്മുടെ കസ്കസ് കേട്ടോ, അത് മസ്റ്റായിട്ട് ഞാൻ ഇടും. അതുപോലെ കാരണം വൈകുന്നേരം വയറ്റിൽ വെള്ളമില്ലാണ്ടിരിക്കില്ല, ചൂടല്ലേ, ഒന്നുകൂടി ചൂട് തുടങ്ങിയല്ലോ ഇപ്പോൾ. പിന്നെ ഒരു തണുപ്പ് കിട്ടാൻ കസ്കസ് ഇല്ലേ, അത് ഞാൻ അതിലിടും കേട്ടോ. ഒരു അത്യാവശ്യം ഇടാറുണ്ട്. പിന്നെ അതൊക്കെ ഇട്ട് അത് കലക്കി വെച്ച്. പിന്നെ ഇൻഷാ അല്ലാഹ് വാങ്ങി കൊടുക്കാനാകുമ്പോഴേക്കും തണ്ണിമത്തനൊക്കെ മുറിച്ച്, ജ്യൂസ്, ചിക്കൻ കറി, നെയ്ച്ചോറ്, ഇതെല്ലാം ടേബിളിൽ കൊണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഫസ്റ്റ് വാങ്ങി കൊടുത്ത് ഞങ്ങൾ പച്ചവെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് ശേഷമാണ് കലക്കി മധുരത്തിൻ്റെ വെള്ളം എന്തെങ്കിലും കുടിക്കുള്ളൂ. അങ്ങനെ തന്നെ പാടുള്ളൂ. പിന്നെ പള്ളിയിൽ അടിപൊളി കഞ്ഞിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ കഞ്ഞിയൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചു. പിന്നെ എല്ലാം കഴിച്ച് ഇൻഷാ അല്ലാഹ് വാങ്ങി കൊടുത്ത് നല്ല രീതിയിൽ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കുറേ കഴിഞ്ഞിട്ട് കഴിക്കും. അങ്ങനെ വെള്ളമൊക്കെ കണ്ടപ്പോൾ പകുതിയോളമായി, ഞങ്ങളെല്ലാവരും കുടിച്ചു. പിന്നെ ഇൻഷാ അല്ലാഹ് അതൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആൻ ഓതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊക്കെയും കൂടി പിന്നെയും കഴിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ കിടക്കുകയാണ്, കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചു കേട്ടോ. ഞാൻ കുറച്ച് കഴിച്ചു. ഇറച്ചിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്ച്ചോറും തരി ചട്നി കൂടി നന്നായിട്ട് ചോറൊക്കെ കഴിച്ചു പറയാം. ആ എടുത്ത ചോറിൻ്റെ പകുതിയെ കഴിച്ചുള്ളൂ കേട്ടോ, കാരണം നോമ്പായൊന്നും അങ്ങനെ പോവില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ആ ചോറ് വയ്ക്കൽ കഴിഞ്ഞത് പിന്നെ ഇരുന്നൊന്നുമില്ല കേട്ടോ. വേഗം പോയി പെലച്ചരക്കുള്ള അത്താഴത്തിനുള്ള ഉണ്ടാക്കണമല്ലോ. പിന്നെ ചോറ് വെച്ച് ഊറ്റിയിട്ടുണ്ട്. വേഗം രസം വെക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറുള്ളിയും ചതച്ച് വെച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ട് തട്ടിക്കൂട്ട് ആയിട്ടുള്ള രസം കേട്ടോ. പെലച്ചാമ്പലല്ല, അതൊക്കെ മതി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നല്ലൊന്നും കഴിക്കുമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും വേണ്ട വേണ്ടിയിട്ട് ഉണ്ടാക്കുക തന്നെ. അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണ പൊട്ടിച്ചതാ. ഒപ്പം തന്നെ എല്ലാം ഇട്ടു കേട്ടോ, കാരണം വെയ്യാന്ന് തോന്നിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടു. വാട്ടാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലങ്ങനെ വാടിക്കോളും കൊണ്ട് അങ്ങനെ ഇട്ടു. പിന്നെ ആ ഇടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും ഇട്ടിട്ട് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചാൽ നമ്മുടെ രസം റെഡി ആയിട്ടോ. തട്ടിക്കൂട്ട് രസം നന്നായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പെലച്ചാകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ തന്നെ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇതുപോലെ സാമ്പാർ, മീൻ കറി അങ്ങനത്തെ ഒന്നും പറ്റുകയില്ല. തേങ്ങ അരച്ച കറി ഒന്നും നമുക്ക് പെലച്ചാകുമ്പോൾ പറ്റില്ല കേട്ടോ. ആർക്കും പറ്റില്ല, അത് പോവില്ല. ആ ടൈമിൽ നമുക്ക് ആർക്കും ചോറും പോവില്ല, ഉറക്കത്തിൻ്റെ ഒരു ഇതായിരിക്കുമല്ലോ. പിന്നെ അങ്ങനെ രസം റെഡി ആയിട്ടോ. ഒന്ന് തിള വന്നപ്പോൾ ഓഫാക്കി. പിന്നെ ചോറ് നല്ല ചോറ് റെഡി ആയിട്ടുണ്ട്. രസം പിന്നെ നല്ല സ്രാവ് മീൻ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. നല്ല ഉണക്ക സ്രാവ്. ഇനി നോമ്പ് കഴിഞ്ഞവരെ തന്നെ ആയിരിക്കും കേട്ടോ, കാരണം മിക്കവാറും എൻ്റെ വീഡിയോയിൽ കാണുകയാണെങ്കിൽ പെലച്ചാകുമ്പോൾ രസവും ഈ സ്രാവ് മീനായിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ മീൻ ഉണ്ടാവുള്ളൂ, പച്ചമീനിൻ്റെ ഒക്കെ. പിന്നെ സ്രാവ് മീനൊക്കെ പൊരിച്ചു കേട്ടോ. ബായ്.